നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മസ്കറ്റ് യാത്രയിൽ പണി കിട്ടിയത് അവിടെയുള്ള ഇന്ത്യക്കാർക്ക്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ അവകാശവാദങ്ങളും ചില മുനവെച്ച കത്തുകളുമെല്ലാം വിവാദമായതോടെ വിഷയത്തിൽ ഒമാൻ ഭരണകൂടം ഇടപെട്ടു. ഇതോടെ മലയാളികൾക്ക് ആഘോഷിക്കാനുള്ള പൊതു ഇടം കൂടെ നഷ്ടമാകുകയാണ്. ഇത് കാരണം സാമൂഹ്യ സാംസ്കാരിക പരിപാടികൾക്ക് നിയന്ത്രണം വന്നു. അവസാനമായി മധു ബാലകൃഷ്ണന്റെ ഗാനമേള പോലും റദ്ദാക്കി. വെള്ളിയാഴ്ച മധു ബാലകൃഷ്ണന്റെ ഗാനമേള അൽ ഫലാജ് ഹോട്ടലിൽ നടത്താനിരുന്നതാണ്. വ്യാഴാഴ്ച അദ്ദേഹം അവിടെ എത്തി. പക്ഷേ ഇവിടെ പോലീസിന്റെ അനുമതി നിഷേധിച്ചു. പിണറായി വന്ന പ്രശ്നത്തിന് ശേഷം ഈ വക കാര്യങ്ങൾ CID വകുപ്പാണ് തീരുമാനിക്കുന്നത്. മുമ്പൊക്കെ മിനിസ്ട്രിയിൽ നിന്നും പരിപാടിയൊന്നും നടത്തുന്നില്ലേ എന്ന് ചോദിച്ച് പുറകെ വരുമായിരുന്നു. ഇപ്പോൾ പിണറായി വന്നതോടെ ആ സ്ഥിതി മാറി. മധു ബാലകൃഷ്ണന്റെ ഗാനമേളയ്ക്ക് പോലും കഴിയുന്നില്ല. പരിപാടി നടത്താൻ പറ്റാതെ എല്ലാവരും തിരിച്ചുപോയി. മധു ബാലകൃഷ്ണനും ടീമും തിരിച്ചുപോയി. ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഘാടകർക്ക് വന്നത്. പിണറായി വന്ന് ഒമാനിലെ മലയാളികളുടെ മാത്രമല്ല ഇന്ത്യക്കാരുടെ തന്നെ അഭിമാനം ഇല്ലാതാക്കി. കഴിഞ്ഞ മാസം നന്ദഗോപൻ ഭജന സംഘത്തിന്റെ പ്രോഗ്രാമും ഇതേ കാരണം കൊണ്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇതാണ് പ്രധാനപ്പെട്ട പ്രവാസി സംഘടനയിലെ ചുമതലക്കാരൻ ഇതേക്കുറിച്ച് മറുനാടൻ മലയാളിയോട് പ്രതികരിച്ചത്. നമസ്കാരം. ഹരിപ്പാട് പ്രവാസി അസോസിയേഷൻ മോഡേൺ ഡെസ്റ്റുമായി ചേർന്ന് ഇന്ന് അൽഫ്രാജിൽ വെച്ച് നടത്താനിരുന്ന മാലേ 2025 എന്ന പ്രോഗ്രാമിന്റെ ഒരു അപ്ഡേഷനായിട്ടാണ് വന്നത്. ശ്രീ മധു ബാലകൃഷ്ണൻ, ശ്രീ വയലാർ ശരത്ചന്ദ്രൻ, സുമേഷ് കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മ്യൂസിക്കൽ മെഗാ ഇവന്റ് ആയിരുന്നു ഇന്ന് വൈകിട്ട് 6 മണിക്ക് അൽഫ്രാജിൽ അരങ്ങേറാനാണ്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ഈ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. തൽക്കാലം നമ്മൾ ഈ പ്രോഗ്രാം ഇന്നത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേഷൻ പിന്നാലെ വരുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി പിന്തുണ നൽകിയ നമ്മുടെ സ്പോൺസർമാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. തുടർന്നും നമുക്ക് നല്ലൊരു പ്രോഗ്രാമായിട്ട് വളരെ പെട്ടെന്ന് നടത്താം. നന്ദി, നമസ്കാരം. ഒമാനിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഉണ്ട്. ഇതിന് കീഴിൽ 27 സംഘടനകൾ. ഓരോ ഇന്ത്യൻ ഭാഷയ്ക്കും ഓരോ സംഘടന. ഇതിലൊന്നാണ് മലയാളി സോഷ്യൽ ക്ലബ്ബ്. ഇവരാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമായിരുന്നു മുഖ്യമന്ത്രിയുടേത്. ഇതിൽ എതിർപ്പറിയിച്ച് ചില മലയാളി സംഘടനകൾ പങ്കെടുത്തതുമില്ല. ഗൾഫിലെ ഓരോ രാജ്യത്തും അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതൊന്നും നടത്താൻ പാടില്ല. പിണറായിയുടെ പരിപാടിയിൽ അത്തരത്തിലൊന്നും നടന്നു. ഇതോടെ പൊതുവേദികളിൽ പരിപാടി നടത്താനുള്ള ഇന്ത്യക്കാരുടെ ആഗ്രഹവും പൊലിയുകയാണ്. ഇതുകൊണ്ടാണ് മധു ബാലകൃഷ്ണനും സംഘത്തിനും പരിപാടി നടത്താൻ കഴിയാത്തത്. ഇനി ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ അങ്കണത്തിനുള്ളിൽ മാത്രമേ സാംസ്കാരിക പരിപാടി പോലും നടത്താനാകൂ. മുഖ്യമന്ത്രിക്കായി നടത്തിയ ഘോഷയാത്രയും വിവാദമായിരുന്നു. ഇനി ഇതൊന്നും പാടില്ലെന്ന് ഇന്ത്യൻ സോഷ്യൽ ക്ലബിനെ ഒമാൻ അധികാരികൾ അറിയിച്ചിട്ടുമുണ്ട്. മസ്കറ്റിലെ പ്രിയ കലാസ്നേഹികളെ, ഹരിപ്പാട് പ്രവാസി അസോസിയേഷൻ വളരെ സന്തോഷത്തോടെ ഇന്ന്, അതായത് നവംബർ 14, 2025 അൽ ഫലാജിൽ നടത്താനിരുന്ന ശ്രീ മധു ബാലകൃഷ്ണൻ, വയലാർ ശരത്ചന്ദ്രവർമ്മ, സുമേഷ് കൂട്ടിക്കൽ പങ്കെടുക്കുന്ന മാലയം 2025 മ്യൂസിക്കൽ പ്രോഗ്രാം ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു അറിയിപ്പായിരുന്നു സംഘാടകർ നൽകിയത്. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഉടൻ അറിയിക്കുന്നതാണ്. മാലയം പ്രോഗ്രാമുമായി സഹകരിച്ച ഞങ്ങളുടെ സ്പോൺസർമാർക്കും ഞങ്ങളെ ഇതുവരെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി. ഇതാണ് ആ അറിയിപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒമാൻ സന്ദർശനത്തിനിടെ സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയെ ചൊല്ലിയും പ്രസംഗത്തെ ചൊല്ലിയും വിമർശനം ഉയർന്നിരുന്നു. പൊതുവിടങ്ങളിലെ ഇത്തരം പ്രദർശനങ്ങൾ നിയന്ത്രിക്കണമെന്ന് ഒമാൻ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. ഘോഷയാത്രയിൽ അവതരിപ്പിച്ച കേരള പോലീസിന്റെ വേഷവും മാലയിട്ട കാളയുമെല്ലാമാണ് വിമർശനത്തിനിടയാക്കിയത്. മസ്കറ്റിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിനെത്തിയ മുഖ്യമന്ത്രിക്ക് അമിരാത്ത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നൽകിയ വമ്പൻ സ്വീകരണമാണ് വിമർശനത്തിന് ആധാരം. തെയ്യമടക്കമുള്ള കേരളീയ കലാരൂപങ്ങളും കാളകളിയും കേരള പോലീസിന്റെ വേഷം ധരിച്ചവരുമെല്ലാം നിറഞ്ഞതായിരുന്നു ഘോഷയാത്ര. മാലയിട്ട കാളയുടെ രൂപവും കേരള പോലീസിന്റെ സാന്നിധ്യമെന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രച്ഛന്ന വേഷവുമാണ് വിവാദത്തിനിടയാക്കിയത്. സഹിഷ്ണുതയുടെ പേരിൽ രാജ്യത്തിന്റെയും മതത്തിന്റെയും മൂല്യങ്ങളെ ദുർബലപ്പെടുത്തരുതെന്നാണ് ഒമാൻ ഗ്രാൻഡ് മുഫ്തി അഹമ്മദ് അൽ ഖലീലിയുടെ പോസ്റ്റ് എത്തിയത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണാധികാരികൾ ഇടപെടണമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഒമാനിലെ പ്രാദേശിക മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഇതിന് സമാനമായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഘോഷയാത്രയിലെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടാണ് വിമർശനം. എന്നാൽ ഘോഷയാത്രയിലെ ദൃശ്യങ്ങൾ ഏതെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമല്ലെന്നും സാംസ്കാരിക ചിഹ്നങ്ങൾ മാത്രമാണെന്നും ചിലർ കമന്റ് ബോക്സിൽ കുറിച്ചു. പൊതുയിടങ്ങളിലെ പ്രകടനങ്ങൾക്കും ഘോഷയാത്രകൾക്കുമെല്ലാം കടുത്ത നിയന്ത്രണങ്ങളുള്ള ഗൾഫിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം വിമർശനങ്ങൾ.